ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു നോമ്പുള്ള ഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ നോമ്പുള്ള ഡേയിൽ കുറച്ച് ലേറ്റായിട്ടാണ് എണീക്കാറ്. അപ്പോൾ വന്ന് ഞാൻ കിച്ചണിൽ ഇരുന്നപ്പോൾ ഉണ്ടല്ലോ, ഗേറ്റിൻ്റെ അവിടെ എന്തോ വന്ന് ഈ അടിക്കുന്ന ശബ്ദം പോലെ കേട്ടിട്ടോ. തിരിഞ്ഞ് നോക്കിയപ്പോൾ അതേ ഒരു ഉപ്പം വന്നിട്ട് ഇങ്ങനെ ചുണ്ട് വെച്ച് ചുമ്മാ കുത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ആ ഗേറ്റിൻ്റെ അടിയിൽ കൂടെ പുള്ളിക്കാരൻ തനിയെ കുനിഞ്ഞ് അകത്ത് കയറിയിട്ടോ. അകത്ത് കയറി ഇതേ അതിൽ കൂടെ ഇങ്ങനെ സവാരി എടുത്തായിരുന്നു. അപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഞാൻ ഒരു ക്യാമറയും പിടിച്ച് ചുമ്മാ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ എടുത്തതാട്ടാ. എൻ്റെ കടച്ചക്ക പ്ലാവിൽ കണ്ടോ, കടച്ചക്ക നിറച്ച് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം കുറച്ച് കടച്ചക്കയായിട്ട് ഉണ്ടായുള്ളൂ, കയ്യിലെണ്ണാവുന്ന കടച്ചക്ക മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിൽ ഇത്രയാണോ ഉണ്ടാവുള്ളൂ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അതെല്ലാം പകരം വീട്ടിക്കൊണ്ട് ഈ വർഷം അതിൽ നിറച്ചുണ്ടായിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേ ഞാൻ നേരെ പോയത് മുറ്റടിക്കാനാണ്. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. സൺഡേ മൺഡേ ഒക്കെ നല്ല മഴയായിരുന്നു. സൺഡേ നല്ല ശക്തിയിൽ മഴ പെയ്തു കേട്ടോ. അപ്പോൾ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിയിലേക്ക് ഇങ്ങനെ ചാടും. കാര്യം ഈ കോമ്പൗണ്ടിൻ്റെ അകത്ത് ഒരൊറ്റ മരം ഇല്ലെങ്കിലും പുറത്തുനിന്നുള്ള കരിയിലൊക്കെ ഇങ്ങനെ കാറ്റത്ത് ഇങ്ങനെ പറന്ന് കാണും കേട്ടോ. പിന്നെ അതൊക്കെ അടിച്ച് വാരി ക്ലീൻ ചെയ്യണമല്ലോ. പിന്നെ ഇതിൽ കട്ടയൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് എൻ്റെ കയ്യിൽ നിന്ന് പോയി ഗൈസ്. ഇന്ന് മൊത്തത്തിൽ എൻ്റെ കയ്യിൽ നിന്ന് പോക്കായിരുന്നു. കാര്യം ഇവിടെ കട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷേ എന്നാലും പൊടിയൊക്കെ ഈ കട്ടയുടെ വിടവിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഒരു പുല്ലുചൂല് ഉപയോഗിച്ച് നല്ല നീറ്റായിട്ട് അടിച്ചാലാണ് ആ പൊടിയൊക്കെ നന്നായിട്ട് പോകുള്ളൂ. അപ്പോൾ ഞാൻ മുറ്റം അടിച്ചുകൊണ്ടിരുന്ന ടൈമിൽ ഞാൻ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കരിയില വന്ന് കിടന്നതൊക്കെ ഞാൻ ഇങ്ങനെ കൂട്ടി വെച്ച് ഞാനത് വാരിക്കളയാണ്. പിന്നെ അതേ റോഡ് കുറച്ചൊക്കെ അടിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരറ്റെന്നുള്ള കരിയിലൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി വരും. അത് വന്ന് കിടക്കുന്നത് ഇവിടെ കേട്ടോ. പിന്നെ അതൊക്കെ വാരിക്കളയിൽ എൻ്റെ ഒരു ഡ്യൂട്ടിയാണ്. ഇപ്പം നന്നായിട്ട് തന്നെ വെയിൽ വന്നൊരു ടൈമായിട്ടുണ്ട്. ഇവിടെ ഒരു മാവ് മരമുണ്ട്, അതുകൊണ്ട് തന്നെ ഇവിടെ വെയിലായാലും അടിക്കുന്നതിന് വലിയ പ്രശ്നമില്ല കേട്ടോ. പക്ഷേ ഇങ്ങോട്ട് നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലാണ്. ഇപ്പോൾ ഈ ടൈമിലൊരു 11:30-12 മണിയായിട്ടുണ്ട് കേട്ടോ. ആ നേരത്താണ് ഞാൻ മുറ്റം അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നല്ല വെയിലായതുകൊണ്ട് തന്നെ അടിക്കാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. എന്നാലും ഞാൻ എൻ്റെ മുഖത്ത് ഇങ്ങനെ ഷാളൊക്കെ ഇറക്കിയിട്ട് ഞാനിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുറ്റടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയി കുളിച്ചിട്ടോ. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കൊറിയറുകാരൻ വിളിച്ചു. അതേക്ക് ഒരു കൊറിയർ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ 1 വീക്കിന് മുമ്പ് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തായിരുന്നു. വേറൊന്നുമല്ല, നമ്മുടെ ഫോറെവറിൻ്റെ ഒരു മോയ്സ്ചറൈസിങ് ജെല്ലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനു മുമ്പും ഉപയോഗിച്ച മോയ്സ്ചറൈസർ ഫോറെവറിൻ്റെ ഒരു ക്രീമാണ്, മോയ്സ്ചറൈസിങ് ക്രീം എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ ഞാൻ പിന്നെ അത് തപ്പിയപ്പോൾ അത് കിട്ടിയില്ല കേട്ടോ. പിന്നെ കിട്ടിയത് ഫോറെവറിൻ്റെ മോയ്സ്ചറൈസിങ് ജെല്ലി ടൈപ്പാണ്. അപ്പോൾ ജെല്ലി ടൈപ്പ് ആകുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓയിലി സ്കിന്നുകാർക്ക് ജെല്ലി ടൈപ്പ് മോയ്സ്ചറൈസറാണ് കുറച്ചും കൂടി സ്യൂട്ടബിൾ. അപ്പോൾ ഞാൻ അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. ഇത് ഓയിലി സ്കിൻകാർക്ക് മാത്രമല്ല കേട്ടോ, ഡ്രൈ സ്കിന്നുകാർക്ക് ഉപയോഗിക്കുന്നതിന് ഒരു പ്രശ്നമില്ല. ഇതിൻ്റെ മെയിൻ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പാടുകൾ, പിമ്പിൾസൊക്കെ മാറ്റിയിട്ട് സ്കിന്ന് നല്ല ഹൈഡ്രേറ്റ് ആക്കി വയ്ക്കും. എൻ്റെ അഭിപ്രായത്തിൽ ഓയിലി സ്കിന്നുകാർ ഇത് ഈ പ്രോഡക്റ്റ് മേടിച്ച് വെച്ചോട്ടോ. അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള മെയിൻ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ മേക്കപ്പൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആൾക്കാരില്ലേ, ഇതൊന്ന് ഉപയോഗിച്ച് നോക്കട്ടോ. അപ്പോൾ നമുക്ക് ഒരുപാട് മേക്കപ്പ് വാരി തേക്കേണ്ട വരില്ല. ഇത് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നൊക്കെ നല്ല സിൽക്കി സ്മൂത്തി ടൈപ്പ് ആവും കേട്ടോ. ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് സ്മൂത്ത് ആവും, നല്ല സിൽക്കി ടൈപ്പ് ആവും. അതുകൊണ്ട് തന്നെ ഒരുപാട് മേക്കപ്പ് ഒന്നും നമുക്ക് ഇടണ്ട. ലൈറ്റായിട്ട് മേക്കപ്പ് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ മേക്കപ്പ് യൂസ് ചെയ്യാത്തവരായിക്കോട്ടെ, ഇതൊന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അത്യാവശ്യം നല്ല ഗ്ലോയൊക്കെ കിട്ടും കേട്ടോ. സ്കിന്നിനൊക്കെ നല്ല ഗ്ലോയും വരും. കൂടെ തന്നെ നമ്മുടെ പിമ്പിൾസും അതിൻ്റെ പാടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി, പിന്നെ ടാനൊക്കെ അടിച്ചിട്ട് മുഖം നന്നായിട്ട് കരിവാളിച്ചൊക്കെ ഇരിക്കൂലേ, അതൊക്കെ മാറാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് ലേഡീസിന് മാത്രമല്ല മെൻസിനും യൂസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് അലോവേറയാണ്. അതുകൊണ്ട് തന്നെ വേറെ സൈഡ് എഫക്റ്റ് ഒന്നും ഈ പ്രോഡക്റ്റിനില്ല. ഇതിൽ ചെറിയൊരു റാപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പൊട്ടിച്ചിട്ട് ട്യൂബ് പുറത്തേക്ക് എടുത്തു. പിന്നെ ട്യൂബിൻ്റെ ഉള്ളിൽ ചെറിയൊരു പ്ലാസ്റ്റിക് കോട്ടിങ് ഉണ്ടായിരുന്നു. അത് എടുത്ത് പറിച്ച് കളയാനാട്ടോ ഞാൻ അതിൻ്റെ അടപ്പ് ഊരിയത്. അത് പറിച്ചതിന് ശേഷം ഞാനത് കുറച്ച് ഡ്രോപ്പ് എടുത്ത് എൻ്റെ കയ്യിൽ പുരട്ടി കാണിച്ചു തരാം. എൻ്റെ ഈ ക്യാമറയ്ക്കുള്ളിൽ എത്രമാത്രം ക്ലാരിറ്റിയോടുകൂടി കാണാൻ പറ്റുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇത് നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നിങ്ങൾക്ക് ഓർഡർ ചെയ്ത് മേടിക്കാവുന്നതേ ഉള്ളൂ. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ് കേട്ടോ. മീഷോയിലുണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ വാങ്ങിയിട്ടില്ല. പിന്നെ ഇതിൻ്റെ സ്മെല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള സ്മെല്ലൊന്നുമില്ല കേട്ടോ. ചിലവർ സ്മെല്ല് നോക്കിയിട്ട് ഇങ്ങനെ നോക്കും, മേടിക്കും. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള സ്മെല്ലൊന്നുമില്ല. പക്ഷേ സ്മെല്ലിൽ നിറത്തിലൊന്നും അല്ലല്ലോ കാര്യം, അതിൻ്റെ ഗുണത്തിലാണല്ലോ കാര്യം. അപ്പോൾ എനിക്ക് നല്ല ഗുണമുള്ള പ്രോഡക്റ്റായിട്ട് തോന്നി. അപ്പോൾ നിങ്ങൾ ആവശ്യമുള്ളവരൊക്കെ ചെക്ക് ചെയ്തിട്ട് മേടിച്ചോളൂ.
എൻ്റെ ചാനലിൽ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാട്ടോ ഞാൻ കാണിക്കുന്നത്. എന്നാലാണല്ലോ അത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്രദമാവുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ പ്രത്യേക അറയ്ക്കുള്ളിൽ കൊണ്ടുവന്ന് വയ്ക്കാൻ പോകുകയാണേ. ഇന്ന് നോമ്പായതുകൊണ്ട് തന്നെ എനിക്കിനി ഫുഡൊക്കെ ഉണ്ടാക്കാനുണ്ട്. ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ ക്ലോക്കിലെ ടൈമൊക്കെ തെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് എൻ്റെ ക്ലോക്കൊക്കെ ചത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ബാറ്ററിയൊക്കെ മേടിച്ചിട്ട് അതിലിട്ട് അതൊന്ന് വർക്കിംഗ് കണ്ടീഷനിലേക്ക് ആക്കിയെടുക്കാൻ നോക്കാം. എനിക്കിവിടെ 2 ക്ലോക്ക് മസ്റ്റാട്ടോ. ഒന്ന് കിടക്കണ ബെഡ്റൂമിലും ഒരെണ്ണം കിച്ചണിലും വേണം കേട്ടോ. ഞാൻ കൂടുതലും ടൈം സ്പെൻഡ് ചെയ്യുന്നത് കിച്ചണിലായതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ എന്തായാലും മസ്റ്റായിട്ടൊരു ക്ലോക്ക് നിർബന്ധമാണ്. പിന്നെ നമ്മൾ നേരം വെളുത്തൊക്കെ എണീക്കേണ്ട ടൈം ആകുമ്പോൾ എനിക്ക് അടുത്ത് ഫോൺ വെച്ചിട്ടുണ്ടാവും, അലാറമൊക്കെ വെക്കും. പക്ഷെ നമുക്ക് നേരെ നോക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരു ക്ലോക്ക് വേണം. അതുകൊണ്ട് തന്നെ ഞാൻ കിടക്കുന്നതിൻ്റെ നേരെ തന്നെ ഒരു ക്ലോക്കും ഉണ്ടാവും കേട്ടോ. ഇന്ന് എന്താണെന്ന് അറിയില്ല, എൻ്റെ കയ്യിൽ നിന്ന് മൊത്തത്തിൽ പോണൊരു ദിവസമായിരുന്നു കേട്ടോ. അതേ ബാറ്ററിയും എൻ്റെ കയ്യിൽ നിന്ന് ചാടിപ്പോയി. പണ്ടൊക്കെ ഞാൻ ഉറക്കത്തിൽ അലാറം വെക്കുമ്പോൾ ഉണ്ടല്ലോ ഫോൺ എടുത്ത് തലങ്ങണയുടെ അടിയിൽ വയ്ക്കും. പിന്നെ ഞാൻ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, കിടന്ന് ഉറങ്ങണേൻ്റെ തലങ്ങണയുടെ ചോട്ടിലൊക്കെ മൊബൈൽ വെച്ചിട്ട് പൊട്ടിത്തെറിക്കണയൊക്കെ സീനറി ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ ആ ശീലം അങ്ങോട്ട് മാറ്റി കേട്ടോ. പിന്നെ ഞാൻ കിടക്കണേൻ്റെ നേരെ കൊണ്ടുവന്ന് ഒരു ക്ലോക്ക് അങ്ങോട്ട് വയ്ക്കും. അപ്പോൾ പിന്നെ ആ പ്രശ്നമല്ലല്ലോ. പിന്നെ ഒത്തിരി പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ സാധാരണ ക്ലോക്കൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കുന്നത് ഇതുപോലെ ബാറ്ററിയൊക്കെ ചത്ത് എടുക്കുമ്പോഴാട്ടോ. പിന്നെ പുതിയ ബാറ്ററി ഇടുന്ന ടൈമിലാണ് അതൊക്കെ ഒന്ന് ക്ലീനാക്കി വെക്കുന്നത്. കുറേ പൊടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാനൊന്ന് തൂത്ത് വൃത്തിയാക്കി അങ്ങോട്ട് എടുത്ത് വയ്ക്കാൻ പോവാണേ. കുറച്ച് ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഒരു കസേര എടുത്തിട്ട് അതിൻ്റെ മേലെ കയറി നിന്നിട്ടാട്ടോ ക്ലോക്കൊക്കെ എടുത്ത് വയ്ക്കുന്നത്. പിന്നെ ക്ലോക്ക് എടുത്ത് വയ്ക്കാൻ നേരത്ത് എൻ്റെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഞാൻ അതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലൊക്കെ നിറച്ച് പൊടി ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെക്കുകയാണേ. പിന്നെ ഇവിടെ കുട്ടികൾക്ക് പ്രൈസ് കിട്ടിയത്, അതായത് മദ്രസയിൽ നിന്നും സ്കൂളിലൊക്കെ പ്രോഗ്രാമിനൊക്കെ ചേർന്ന് കഴിയുമ്പോൾ കുറച്ച് പ്രൈസൊക്കെ കിട്ടുമല്ലോ, അതൊക്കെ ഇവിടെ ആട്ടോ എടുത്ത് വെച്ചേക്കുന്നത്. അന്ന് കിട്ടിയ സമയത്ത് പിള്ളേർ വലിയ കാര്യത്തിന് എൻ്റെ പ്രൈസ് എന്നൊക്കെ പറഞ്ഞ് നല്ല കെയർ ആയിട്ട് കൊണ്ടുവന്ന് നടന്നതാട്ടോ. പിന്നെ കുറച്ച് നാൾ ഉപയോഗിച്ച് കൂടെ കൊണ്ടുവന്ന് നടന്നിട്ട് പിന്നെ പിള്ളേർക്ക് അതൊന്നും വേണ്ട കേട്ടോ. പിന്നെ അങ്ങോട്ട് തട്ടലായി ഇങ്ങോട്ട് തട്ടലായി. പിന്നെ ഞാൻ അതൊക്കെ പെറുക്കി സൂക്ഷിച്ചെടുത്ത് വെച്ച് അത് ക്ലീൻ ചെയ്ത് ഞാൻ ഇവിടെ എടുത്ത് വെച്ചേക്കാം കേട്ടോ. ഇപ്പോൾ വീട്ടിലെന്തെങ്കിലുമൊക്കെ വേസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഞാനത് അങ്ങനെ കളയില്ല കേട്ടോ. റീയൂസബിളായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ക്രാഫ്റ്റൊക്കെ. ഞാൻ വലിയ ക്രാഫ്റ്റ് ചെയ്യുന്ന ആളൊന്നുമല്ല, പക്ഷേ എന്നാലിപ്പോൾ പൊട്ടിയൊരു കുപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അത് കളയാണ്ട് ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് അതൊന്ന് റീയൂസബിൾ ആക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ വാട്ടറൊക്കെ ഒഴിച്ച് വെച്ചിട്ട് പ്ലാന്റ്സൊക്കെ വെച്ച് അങ്ങനെ നമ്മളങ്ങനെ ഉപയോഗിക്കും. ഇപ്പോൾ പിള്ളേർ മേടിക്കുന്ന ടോയ് ആണെങ്കിൽ പോലും അതിപ്പോൾ അവർ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവർ കളഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അത് കഴുകിയെടുത്ത് അത് എൻ്റെ ഓരോ ഷെൽഫിലൊക്കെ ഞാനിങ്ങനെ വയ്ക്കും കേട്ടോ. ഇന്ന് നോമ്പാണ് കേട്ടോ. നോമ്പായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് കൊതിച്ചിരിക്കുകയായിരുന്നു ഒന്ന് ചോറ് കഴിക്കുക. ചോറെന്ന് പറയുമ്പോൾ പൊതിച്ചോറ് കഴിക്കാനായിട്ടാണ് ഞാൻ ഭയങ്കരമായിട്ട് കൊതിച്ചിരിക്കുന്നത്. ഇത്ര ദിവസം നോൺ വെജും ബിരിയാണി അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ തിന്ന് ഭയങ്കരമായിട്ട് എന്താ പറയുക, ഭയങ്കര മടുത്തു. അപ്പോൾ എനിക്ക് ഇന്ന് പൊതിച്ചോറൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ കരുതി ഞാൻ രാവിലെ തന്നെ എല്ലാം അരിഞ്ഞ് പെറുക്കി വെച്ച് ഞാൻ ഫുഡൊക്കെ ഓൾമോസ്റ്റൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ ഏറ്റവും ലാസ്റ്റാട്ടോ ഞാൻ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഫിഷ് കട്ട് ചെയ്ത് തന്നെയാണ് മേടിച്ചത്. ഞങ്ങൾക്ക് ഒരു നേരത്തേക്ക് പൊതിച്ചോറ് കഴിക്കാനുള്ള ചോറാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ പിടിക്കണമെന്ന് കരുതിയതാട്ടോ. പക്ഷേ എൻ്റെ തിരക്കിൻ്റെ ഒടുവിൽ എനിക്ക് അതൊന്നും പിടിക്കാൻ പറ്റിയില്ല കേട്ടോ. എനിക്ക് ഈ ഫിഷൊക്കെ ആകുമ്പോൾ നമുക്ക് ജസ്റ്റ് അതൊന്ന് ഫ്രൈ ചെയ്ത് എടുത്താൽ മതിയല്ലോ എന്ന് കരുതിയിട്ടാണ്. ആ ടൈമിൽ ഇതേ വെളിച്ചെണ്ണ തീർന്നു കേട്ടോ. ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് അർജൻറ്റായിട്ട് കിച്ചണിലേക്ക് വരുമ്പോഴായിരിക്കും വെളിച്ചെണ്ണ അവിടെ തീർന്നിരിക്കുക. പിന്നെ അകത്ത് പോയിട്ട് വെളിച്ചെണ്ണയൊക്കെ എടുത്ത് ഇതേ കുപ്പിയിലേക്കൊക്കെ ഒഴിച്ചു കേട്ടോ. എനിക്ക് വെളിച്ചെണ്ണ എടുക്കുമ്പോണ്ടല്ലോ ഇങ്ങനത്തെ സാധാരണ അടപ്പുള്ള ബോട്ടിൽ പറ്റില്ല കേട്ടോ. ഇതുപോലെ ചെറിയ ഹോൾസ് ഉള്ളത്. അപ്പോൾ അതാവുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എന്തോരം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്ക് അതിൽ നിന്ന് കുപ്പി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മറ്റേ കുപ്പിയാകുമ്പോൾ അടപ്പ് തുറക്കണ വഴി നമ്മൾ പ്രതീക്ഷിക്കിടയിൽ കൂടുതൽ വെളിച്ചെണ്ണ അങ്ങോട്ട് ചാടും. അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അതേ വേഗം തന്നെ ഞാൻ വെളിച്ചെണ്ണയിലേക്ക് ഫിഷൊക്കെ ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. പിന്നെ കുറച്ച് കേരയായിരുന്നു, കേരയുടെ കൂടെ കുറച്ച് ചാളയും ഉണ്ടായിരുന്നു കേട്ടോ.
അപ്പോൾ അതൊക്കെ മസാല തേച്ച് ഞാൻ രാവിലെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. പിന്നെ ഈ എഗ്ഗും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 3 എഗ്ഗ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ എഗ്ഗ് ഫ്രൈ ചെയ്യണതിൻ്റെ കൂടെ ഞാൻ കുറച്ച് പച്ചമുളകും ഉള്ളിയും കൂടിയും ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയും ചെയ്യാറുണ്ട്. പിന്നെ എഗ്ഗിൽ ചുമ്മാ പെപ്പർ പൗഡർ ഇട്ടും കൊണ്ട് ഫ്രൈ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. കുറച്ചും കൂടി നല്ലത് ഇതുപോലെ ഉള്ളിയും പച്ചമുളകൊക്കെ ചതച്ചിട്ട് എഗ്ഗ് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ എനിക്ക് മുട്ട പൊരിക്കാൻ നേരത്തെ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിക്കണം കേട്ടോ. അപ്പോഴാണ് എനിക്ക് മുട്ടയ്ക്കൊരു ടേസ്റ്റ് എനിക്ക് തോന്നാറുള്ളൂ കേട്ടോ. അപ്പുറം അതേ ഫിഷ് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പുറത്ത് ഞാൻ മുട്ട പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആകെ കുറച്ച് മുട്ട ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാനത് ഒഴിച്ച പാടെ കറക്കി കറക്കി എടുത്തപ്പോൾ ഉണ്ടല്ലോ അവിടെ ഇവിടെയൊക്കെ ഹോൾസ് വരാൻ തുടങ്ങി. പിന്നെ ഞാൻ എത്ര ചെരിച്ച് ആ ഹോൾസ് ഒന്ന് അടയ്ക്കാൻ ശ്രമിച്ചിട്ടും അതൊന്ന് അടയണില്ലായിരുന്നു കേട്ടോ. ഈ മേസ്രി സിമെൻറ്റ് തേച്ച് കൊടുക്കൂലേ, അതുപോലെ ഞാൻ ഈ ചട്ടകം ഉപയോഗിച്ച് ഇങ്ങനെ ഒരു ലെവലാക്കി കൊടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ എൻ്റെ ഹോൾസൊക്കെ ഏകദേശം അടഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ അടഞ്ഞത് അവിടെ നിർത്തിയാൽ മതിയായിരുന്നു. ഞാൻ പിന്നെ ഇങ്ങനെ ലെവലാക്കി കൊടുത്ത് അവസാനം എൻ്റെ മുട്ട ജസ്റ്റ് ഒന്ന് കീറി കേട്ടോ. കീറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിടുമോ, നമ്മൾ പിന്നെ ഇങ്ങനെ അത് വെച്ച് ഇങ്ങനെ തലോടി ആ ഹോൾസ് പിന്നെ അടച്ചെടുത്ത് ഒരു ലെവലാക്കി എടുത്തു കേട്ടോ. ചില ദിവസങ്ങളിൽ ഞാൻ മുട്ട മറിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അത് കറക്റ്റായിട്ട് എനിക്ക് കിട്ടാറില്ല, കീറിപ്പോവും. ഇന്ന് എന്താണെന്നറിയില്ല, ഞാൻ മറിച്ചിട്ട പാടെ കറക്റ്റായിട്ട് വന്നു കേട്ടോ. അപ്പോൾ പൊതിച്ചോറാകുമ്പോൾ ഏകദേശം ഒരു 4 മണിക്കൂറെങ്കിലും പൊതിച്ചോറ് ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ഇരിക്കണം, എന്നാലാണ് അതിന് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഈ ടൈമിൽ തന്നെ വാഴയിലൊക്കെ വെട്ടി അതൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. ചില ടൈമിലൊക്കെ ഞാൻ വാഴയില വെട്ടിയിട്ടുണ്ടെങ്കിൽ വാട്ടുന്നത് ഫുഡ് കുക്ക് ചെയ്യുന്ന ടൈമിൽ തന്നെയാണ് കേട്ടോ. ചില ടൈമിൽ കുക്ക് ചെയ്തതിന് ശേഷം ഞാനിങ്ങനെ വാഴയില വാട്ടിയെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുക്ക് ചെയ്തതിന് ശേഷം വാഴയില വാട്ടിയെടുക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ എക്സ്ട്രാ ടൈമും കൂടി അവിടെ പോവാന്നുള്ളതാണ്. പിന്നെ അതേ വാഴയിലൊക്കെ വെച്ചു. അതിന് മുമ്പ് ഞാൻ ന്യൂസ് പേപ്പറൊക്കെ വെച്ച് ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ മേലെയാണ് ഞാൻ വാഴയില വെക്കുന്നത്. കാര്യം പൊതിച്ചോറ് നമുക്ക് പൊതിഞ്ഞ് പുറത്തേക്ക് കൊണ്ടുപോകണ്ടെങ്കിലും നമുക്ക് വീട്ടിലിരുന്നാണ് കഴിക്കേണ്ടത്. എങ്കിലും പൊതിച്ചോറെന്ന് പറയുമ്പോൾ അതിനൊരു പെർഫെക്ഷനൊക്കെ ഉണ്ടല്ലോ, നമ്മൾ അതൊക്കെ ആ എത്തിക്സൊക്കെ പാലിച്ചുകൊണ്ടാണ് ഞാൻ പൊതിച്ചോറ് കെട്ടിയെടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ കലത്തിന്ന് ചോറിടാം കേട്ടോ. ചോറൊക്കെ 4 ഇലയിലും ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പരിപ്പ് ഒലത്തിയതുണ്ട് കേട്ടോ. പരിപ്പ് ഒലത്തിയതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഉള്ളി മുളകൊക്കെ ഇട്ട് മൂപ്പിച്ചിട്ട് പരിപ്പ് വേവിച്ച് അതിലിട്ട് താളിച്ചെടുത്തത്. പിന്നെ ക്യാബേജ് തോരനുണ്ടായിരുന്നു, മീൻകറി കേരയായിരുന്നു കേട്ടോ, അത് കറി വെച്ചു. പിന്നെ അതേ പാവയ്ക്ക അച്ചാറുണ്ടായിരുന്നു, മാങ്ങ അച്ചാറ്. പിന്നെ കേരയും ചാളയും ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചു. പിന്നെ മുട്ട ഒന്ന് ഫ്രൈ ചെയ്ത് വെച്ചു കേട്ടോ. ഇതൊക്കെയായിരുന്നു എൻ്റെ പൊതിച്ചോറിലെ കറികൾ. ചില ഇലകളൊക്കെ വാട്ടിയ ടൈമിലുണ്ടല്ലോ ഈ ഗ്യാസ് അടുപ്പിൻ്റെ ബർണറിൽ കൊണ്ടിട്ട് കീറിയിട്ടുണ്ട് കേട്ടോ. എന്നാലും ഞാൻ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റിൽ ഇങ്ങനെ വെച്ചേക്കാണ്. ഇത് നമുക്ക് പുറത്തേക്കൊന്നും പൊതിഞ്ഞ് കൊണ്ടുപോകണ്ടല്ലോ, വീട്ടിൽ തന്നെ ഇങ്ങനെ കഴിക്കാനുള്ളതല്ലേ, അതുകൊണ്ട് വലിയ ടെൻഷനൊന്നും വേണ്ട ആ കാര്യത്തിൽ. മീൻ ഫ്രൈ ചെയ്തൊക്കെ ഞാൻ അതിലേക്ക് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ പിന്നെ ഓൾമോസ്റ്റ് എൻ്റെ പൊതിച്ചോറിലെല്ലാം ആയിട്ടുണ്ട്. പിന്നെ ഇത് കുറച്ച് നേരം ഒരു 5 മണിക്കൂറെങ്കിലും പൊതിച്ചോറായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അതിൻ്റെ വഴിക്ക് വിടണം. അത് കഴിഞ്ഞ് നോമ്പ് തുറക്കുന്ന ടൈമിലുണ്ടല്ലോ ഇതങ്ങോട്ട് തുറന്ന് കഴിക്കണം മക്കളെ. അങ്ങനെ നോമ്പ് തുറന്നിട്ടോ ഞാൻ. ആ ടൈമിൽ സ്നാക്സും വെള്ളവും ഫ്രൂട്ട്സൊക്കെ ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് അതൊന്നും എനിക്ക് പിടിക്കാൻ പറ്റിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാനായിട്ട് പൊതിച്ചോറ് തുറക്കുകയാണ് കേട്ടോ. ഇതാണ് എൻ്റെ പൊതിച്ചോറ്. ഇതുണ്ടല്ലോ ആ ടൈമിൽ കഴിക്കാൻ നേരത്തെ എടുത്തപ്പോൾ ഉണ്ടല്ലോ എന്ത് സ്മെല്ലായിരുന്നെന്നറിയോ. അപ്പം നിങ്ങൾ നോമ്പ് ഉള്ള ടൈമിൽ, നോമ്പ് തുറക്കുന്ന ടൈമിൽ ഒരു ദിവസം ഇതുപോലെ പൊതിച്ചോറ് ഉണ്ടാക്കി കഴിച്ചു നോക്ക് കേട്ടോ. നല്ല ടേസ്റ്റ്. അപ്പോൾ ഇവിടെ പിള്ളേരൊക്കെ കഴിച്ചപ്പോൾ പറഞ്ഞു, ഉമ്മി ഇതേ നാളെയും ഉണ്ടാക്കണം, മറ്റന്നാളും ഉണ്ടാക്കണം, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് എന്നെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ.
അപ്പം ഞാനിത് നോമ്പ് തുറക്കുന്ന ടൈമിൽ ഞാനിങ്ങനെ കഴിക്കാനായിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ പിള്ളേരൊക്കെ നോമ്പ് തുറക്കണ ആ ടൈമിൽ തന്നെ കഴിച്ചായിരുന്നു. പിന്നെ അവരിങ്ങനെ നോക്കിയിരിക്കുക കേട്ടോ ഞാനിങ്ങനെ കഴിക്കണത്. അവർക്ക് പിന്നെയും പൊതിച്ചോറ് കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നിങ്ങൾ നോമ്പ് തുറക്കുന്ന ടൈമിൽ എന്നും ഇങ്ങനെ നോൺ വെജ് ബിരിയാണി, നെയ്ച്ചോറ്, മന്തി അങ്ങനെയൊക്കെ ട്രൈ ചെയ്യുന്ന ആൾക്കാർ ഇതേ ഒരു ദിവസത്തെ ഇതുപോലെ ഒന്ന് കഴിച്ചു നോക്കും കേട്ടോ. ഇവിടെ ഇപ്പോൾ 17 നോമ്പും പിടിച്ചിട്ട് ഇതുപോലെ ചോറ് കഴിക്കാറില്ല കേട്ടോ. എന്നും ഈ പൊടി വെച്ചിട്ടുള്ള ആഹാരങ്ങളായിരുന്നു, അതുപോലെ ഫ്രൈ ചെയ്തതൊക്കെ ഇങ്ങനെ കഴിച്ച് മടുത്തു. സത്യം പറഞ്ഞാൽ ഞാൻ ഇതൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ, ഞാൻ തളർന്നു പോണ പോലെയായിരുന്നു. എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടല്ലോ, എനിക്ക് എന്താണെന്നറിയില്ല, അന്നത്തെ ദിവസം ഭയങ്കര ഒരു സമാധാനമായിരുന്നു കേട്ടോ. എനിക്ക് എന്തോ എൻ്റെ നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം തിരിച്ചു കിട്ടിയ പോലെയായിരുന്നു. അപ്പം നിങ്ങൾ എന്തായാലും എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒരു ദിവസം, അതായത് ഒരു നോമ്പിൻ്റെ ദിവസം ഇതുപോലെ ഒന്ന് പൊതിച്ചോറുണ്ടാക്കി കഴിച്ചു നോക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നത് എത്രമാത്രം കറക്റ്റാണെന്ന് കേട്ടോ. സത്യം പറഞ്ഞാൽ ദേ ഇവിടെ നിൽക്കുന്ന 2 കുരുപ്പുകളുണ്ടല്ലോ, എന്നെ ദേ ഈ ഫുഡ് കഴിപ്പിക്കാനുള്ളതെന്നുള്ളതാണ് സത്യം. അവർക്ക് പിന്നെയും വേണമെന്നും പറഞ്ഞുകൊണ്ട് ഏതാണ്ട് ആർത്തി പിടിച്ച് നിൽക്കരുത് കേട്ടോ. പിന്നെ ദേ എന്ത് ചെയ്യാനാണ്, ഞാൻ എൻ്റെ ഫുഡിൽ നിന്ന് ഒരു പങ്ക് അവർക്കും കൊടുത്തു കേട്ടോ. അതേ അവർ വന്നിരുന്ന് കഴിക്കണമല്ലോ, നല്ല ടേസ്റ്റാണ് ഉമ്മച്ചി, ഇനിയും ഇതുപോലെ പൊതിച്ചോറ് ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. ഉമ്മയുടെ പൊതിച്ചോറ് ഭയങ്കര ടേസ്റ്റാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് എന്നെ അങ്ങോട്ട് പുകഴ്ത്തി ഞാനെന്തോ പൊങ്ങിപ്പോയായിരുന്നു. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.